ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ട് വരണമെങ്കിൽ മെയ് 4 വരെ കാത്തിരിക്കണം. അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഇന്ന മുന്നണികൾ അധികാരത്തിൽ വരും എന്ന് പലരും പറയുന്നുണ്ട്. പല ചാനലുകളും സർവേ നടത്തി പറയുന്നുണ്ട്. എന്നാലും 100% ആര് വരും എന്ന് പറയണമെങ്കിൽ മെയ് 4 പെട്ടി പൊട്ടിച്ച് എണ്ണ തന്നെ വേണം. ആ എണ്ണം കഴിഞ്ഞാലേ പറയാൻ പറ്റും 100% ആര് വരും ഭരണത്തിൽ. ഭരിക്കാനുള്ള ഭൂരിപക്ഷം ആർക്ക് കിട്ടും, ഇനി ആർക്കും കിട്ടില്ലേ, എല്ലാ മുന്നണികൾക്കും സീറ്റ് വീതം വെച്ച് BJPക്കും സീറ്റ് കിട്ടി, ഒരു കക്ഷിക്കും തനിച്ച് ഭരിക്കാനുള്ള ഭൂരിപക്ഷം വരില്ലേ എന്നൊക്കെ അറിയണമെങ്കിൽ മെയ് 4 കഴിയണം. അതിനിടയിൽ അധികം പേരും കോൺഗ്രസ്സിന് UDFന് ഭരണം കിട്ടും, അവർക്ക് 80 സീറ്റ് കിട്ടും, 80-ന് മുകളിൽ കിട്ടും, 100 കിട്ടും എന്നൊക്കെ പറയുന്നതിൽ അവർക്ക് കിട്ടുമെന്നാണ് കൂടുതൽ ആളുകൾ പറയുന്നത്. അത് ശരി, അവർക്കൊരു ചാൻസ് ഉണ്ടായിരിക്കാം, കിട്ടുമായിരിക്കാം, കിട്ടില്ലായിരിക്കാം. ഇതിനകത്ത് വിഷയം അതൊന്നുമല്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഈ കോൺഗ്രസ്സിനൊക്കെ വോട്ട് ചെയ്ത ആളുകൾ മനസ്സിൻ്റെ ഉള്ളിൽ വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രി ആരാവണമെന്ന് ഏപ്രിൽ 4 ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷം എന്തോ ചർച്ച നടക്കട്ടെ, യോഗ്യതയുള്ള ആരോ വരട്ടെ. അതിനു മുമ്പേ ഈ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാർ ചേരി തിരിഞ്ഞിട്ട് ഓരോരുത്തർക്ക് വേണ്ടി ഓരോരുത്തർ നടത്തുന്ന പരസ്യ പ്രസ്താവനകൾ, ഇത് കാണുന്ന സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു വിഷമം. കാരണം നിങ്ങൾ ഈ പാർട്ടിയെ ഇത്രയേറെ പരിഹസിക്കുകയല്ലേ ചെയ്യുന്നത്, അല്ലേ? നിങ്ങൾക്ക് ഈ ഇത്രയും കാത്തിരുന്ന നിങ്ങൾക്ക് ഈ മെയ് 4 വരെ കാത്തിരുന്നുകൂടെ? നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ മുഖ്യമന്ത്രിക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് യാദൃശ്ചികവശാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾക്കല്ല ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിലോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ സമൂഹത്തിന് മുമ്പിൽ എത്രയേറെ പരിഹസിക്കപ്പെട്ടവരായി നിങ്ങൾ മാറും. കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും ഉത്തരവാദിത്വ ബോധമില്ലാതെ ഓരോരുത്തർക്ക് വേണ്ടി നിലകൊണ്ട് അവർക്ക് വേണ്ടി വാദിക്കുന്നത് കാണുമ്പോൾ വോട്ട് ചെയ്ത ആളുകൾക്ക് അവരുടെ ഉള്ളിലുണ്ടാകുന്ന വിഷമം ചെറുതാണോ? അല്ലയോ പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ?